അതായത് ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി നിങ്ങൾക്ക് ഇതിനെ ടെക്സ്റ്റിനെ അങ്ങോട്ട് കറക്കി തിരിച്ചും വയ്ക്കാൻ പറ്റും. കണ്ടോ, എങ്ങോട്ട് വേണോ നിങ്ങൾക്ക് കറക്കിയും തിരിച്ചും വയ്ക്കാം. പലരും ഫോട്ടോഷോപ്പിൽ 3D ടെക്സ്റ്റ് ഉണ്ടാക്കാനായിട്ട് പല മാർഗ്ഗങ്ങളിലൂടെ കുറച്ച് കറങ്ങിയും തിരിഞ്ഞൊക്കെ പോകുന്നുണ്ട്. നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ടെക്സ്റ്റ് മതി എന്നുണ്ടെങ്കിൽ ഫോട്ടോഷോപ്പിൽ തന്നെ നമുക്ക് അതിനുള്ള ഏറ്റവും എളുപ്പ വഴി കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിലൂടെ എങ്ങനെ ഒരു 3D ടെക്സ്റ്റ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ടൂൾ എടുത്തിട്ട് ഇവിടെ നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിവിടെ പിക്സൽ എന്ന് ടൈപ്പ് ചെയ്യാണ്. എന്നിട്ടിവിടെ കളർ ചേഞ്ച് ചെയ്തിട്ട് നമുക്കൊരു യെല്ലോ കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു യെല്ലോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിക്സൽ ഇത് കുറച്ച് വലുതാക്കി വയ്ക്കാം നമുക്ക്. ഇനി ഇവിടെ മുകളിൽ വിൻഡോയിൽ വന്നിട്ട് വർക്ക് സ്പേസ് എന്നുള്ളതിൽ 3D എനേബിൾ ചെയ്ത് ഇടുക. എന്നിട്ട് ഈ ഒരു ടെക്സ്റ്റ് ലെയർ ഒന്ന് ഇവിടെ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ ഫിൽറ്ററിൻ്റെ തൊട്ടിപ്പുറത്ത് 3D എന്നൊരു ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ 3D എക്സ്ട്രഷൻ ഫ്രം സെലക്റ്റഡ് ലെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്തത് തന്നെ അതിന് ആ ഒരു 3D എഫക്റ്റ് സിമ്പിളായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കത് കുറച്ച് ചേഞ്ചസ് ഒക്കെ ഇനി വരുത്താം കേട്ടോ. അതിനായിട്ട് ഇവിടെ ഈ ഒരു വലത് സൈഡിൽ വന്ന കുറച്ച് സംഭവങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ട കുറച്ച് കോംപ്ലിക്കേഷൻസ് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് തോന്നും. പക്ഷേ ഞാൻ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ഇതിൽ നിന്ന് പറഞ്ഞുതരാം. കുറേ കാര്യങ്ങളുണ്ട്, അത് നിങ്ങൾ ഓരോന്നായിട്ട് നിങ്ങൾ തന്നെ നോക്കുക. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആവശ്യമുള്ള സിമ്പിൾ കാര്യം പറഞ്ഞുതരാം. അതിൽ ഇവിടെ മുകളിൽ വന്ന് ഇവിടെ കാസ്റ്റ് ഷാഡോസ് എന്ന് കാണാം. അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഷാഡോ അങ്ങ് പോകും. ഷാഡോ വേണമെങ്കിൽ നിങ്ങൾക്കത് ഓണാക്കാം, ഓഫാക്കാം. കണ്ടല്ലോ. ഇനി നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടത്, നമുക്കിപ്പോൾ ഇവിടെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റ് അല്ലേ കിടക്കുന്നത്. ഇവിടെ നിങ്ങൾ നേരത്തെ കണ്ടതുപോലെ ഒരു ബലൂൺ എഫക്റ്റ് പോലെ ഒന്ന് പെരുവിയിരിക്കുന്ന കണക്ക് അങ്ങനത്തെ ഒരു എഫക്റ്റാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഈ കടയുടെയൊക്കെ ബോർഡുകളിൽ ലൈറ്റ് കൊണ്ട് പേരുകൾ എഴുതിയിട്ടുണ്ടാകുമല്ലോ, അല്ല ഉരുണ്ടിരിക്കുന്നല്ല മിഴുമിഴ ബലൂൺ കണക്കിരിക്കും. ആ ഒരു എഫക്റ്റ് വരണമെങ്കിൽ ഇവിടെ ഷേപ്പ് പ്രീസെറ്റ് എന്ന് ഈ വലയ സൈഡിൽ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഷേപ്സ് ഇവിടെ ഇങ്ങനെ കൊടുത്തേക്കും. കണ്ടോ, ഒരുപാട് ഷേപ്സ് ഇവിടെ കാണും. അതിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. ഞാൻ പറഞ്ഞ ബലൂൺ എഫക്റ്റ് കിട്ടണമെങ്കിൽ ഇതേ ഈ കാണുന്ന 1 2 3 4 5ാമത്തെ ഈ ഒരു സാധനം ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ. കണ്ടോ, ഒരു ബലൂൺ എഫക്റ്റ് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. നിങ്ങൾക്ക് ഇത് ഫ്ലാറ്റ് ആയിട്ടുള്ളത് മതിയെങ്കിൽ നോർമൽ ആദ്യം കിടക്കുന്ന ഇതൊന്ന് സെലക്ട് ചെയ്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയാണ് ഇത് സെലക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊന്ന് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് കുറച്ചൊന്ന് താഴോട്ട് സ്ക്രോൾ ചെയ്ത് നോക്കി. സ്ക്രോൾ ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ എക്സ്ട്രഷൻ ഡെപ്ത് എന്നും പറഞ്ഞൊരു സാധനമുണ്ട്. കണ്ടല്ലോ, ഇത് പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാം ഇതിൻ്റെ ഈ ഒരു 3D ഭാഗങ്ങളുണ്ടല്ലോ, 3D ആയിട്ട് എക്സ്റ്റൻഷൻ ചെയ്ത് നിൽക്കുന്ന ഈ ഒരു സ്ഥലം അങ്ങോട്ട് പോകുന്നതാണ്. കണ്ടല്ലോ, അത് കുറയ്ക്കാനും കൂട്ടാനും ഉള്ള പരിപാടിയുണ്ട്. ഇനി നമുക്ക് ഈ മുകളിലും കൂടി ആ ഒരു എക്സ്റ്റൻഷൻ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു മുകളിൽ കാണുന്ന കീ ഉണ്ടല്ലോ, ഇത് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും. നമ്മുടെ മൗസ് പോയിന്റ് നോക്കിയാൽ അറിയാം. അതൊന്ന് സെലക്ട് ആക്കിയിട്ട് ഈ ഒരു ടെക്സ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യണമെന്നില്ല, എവിടെയെങ്കിലും വെച്ചിട്ട് നമ്മൾ ഒന്ന് പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ട് ഇങ്ങനെ ആക്കുക. പതുക്കെ ആക്കുക കേട്ടോ, അല്ലെങ്കിൽ അലൈൻമെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഒന്ന് പതുക്കെ ആക്കി കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു 3D എഫക്റ്റൂടെ കാണാം. അതുപോലെ തന്നെ സൈഡിലോട്ടാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഇങ്ങനെ കറക്കാൻ പറ്റും. കണ്ടല്ലോ, അതായത് ഈ ഒരു ടൂൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി നിങ്ങൾക്ക് ഇതിനെ ടെക്സ്റ്റിനെ അങ്ങോട്ട് കറക്കി തിരിച്ചും വയ്ക്കാൻ പറ്റും. കണ്ടോ, എങ്ങോട്ട് വേണോ നിങ്ങൾക്ക് കറക്കി തിരിച്ചും വയ്ക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഈ എക്സ്റ്റൻഷൻ ഡെപ്ത് എന്ന് പറയുന്ന ഈ ഒരു സാധനമാണ് കേട്ടോ. അത് ഞാൻ കുറയ്ക്കുമ്പോൾ ഇവിടെ കാണിച്ചു തരാം. കണ്ടോ, അത് കുറഞ്ഞു വരണം. കണ്ടോ, അത് കൂട്ടാനും കുറയ്ക്കാനും ഉള്ള സംഭവമാണ് ഇത്. മനസ്സിലായല്ലോ. ഇനി ടെക്സ്റ്റിൻ്റെ കളർ നമുക്ക് വീണ്ടും മാറ്റാം. ദേ ഈ ഒരു ഭാഗത്ത് വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ ഏത് വേണോ ആക്കാം. കേട്ടല്ലോ. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരു കളർ കുറച്ച് നേരത്തേക്ക് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ഏത് കളർ വേണോ ആക്കാം. അതുപോലെ ഇങ്ങനെ കറക്കാനും പറ്റും കേട്ടോ. ഇനി ഈ റൊട്ടേഷനൊക്കെ ഒന്ന് മാറിപ്പോയാൽ ഇവിടെ റൊട്ടേഷൻ ചെയ്യാനുള്ള സാധനമുണ്ട്. അതെടുത്തുകൊണ്ട് വന്ന് ഇവിടെ നമുക്ക് റൊട്ടേഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള റൊട്ടേഷൻസ് എല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് ശകലം ഇങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് ഇത് ഇവിടെ മൂവ് ടൂളുണ്ട്. ഈ ഒരു ടൂൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനിങ്ങോട്ട് മൂവ് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഇവിടെ ഷാഡോ ഉണ്ടല്ലോ, നമ്മളത് ഓഫ് ചെയ്തിട്ടാണ്. ഇവിടെ ഈ കാസ്റ്റ് ഷാഡോസ് ഓണാക്കി കഴിഞ്ഞാൽ അവിടെ ഷാഡോ വരും കേട്ടോ. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇത് വലുതാക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഇവിടെ ഉണ്ട്. ഈ ഒരു ഇതിൽ ഞെക്കുക, ഈ ഒരു ടൂളിൽ ഞെക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ വലുതാക്കാം ചെറുതാക്കാം. കണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സേവ് ചെയ്യുന്ന ഇങ്ങനെ നോർമൽ നിങ്ങൾ എപ്പോഴും സേവ് ചെയ്യുന്ന പോലെ സാധാരണ കണക്കങ്ങ് സേവ് ചെയ്താൽ മതി കേട്ടോ. ഇങ്ങനെയാണ് നമുക്കൊരു 3D എഫക്റ്റ് ടെക്സ്റ്റ് ഇതിനകത്ത് ഫോട്ടോഷോപ്പിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്.